ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 18ആയി. മരിച്ചവരിൽ 14 പേരും സ്ത്രീകളാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രയാഗ്രാജിലേക്ക് പോകാൻ യാത്രക്കാർ കൂട്ടത്തോടെ എത്തിയതാണ് ദുരന്തത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് റെയിൽവേ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ഏറ്റവും പുതിയ രണ്ട് ഡെവലപ്മെന്റാണ് വന്നിരിക്കുന്നത്. ഒന്ന്, മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും അതുപോലെ നിസാര പരിക്കുകളുള്ളവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം റെയിൽവേ നൽകും. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം വന്നിട്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ്. അതായത് പ്രയാഗ്രാജിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ വലിയ തിരക്കുണ്ടാവുന്നു, അതറിഞ്ഞിട്ടും കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല, കൂടുതൽ സൗകര്യങ്ങൾ വേണമായിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. 18 മരണം, അതിൽ 14 സ്ത്രീകൾ, 3 കുട്ടികളുണ്ട്, ഒരു പുരുഷനുണ്ട്. 50ഓളം ആളുകളാണ് ഇപ്പോഴും പരിക്ക് ഏറ്റ് ചികിത്സയിൽ തുടരുന്നത്. 35 പേരുടെ നില ഗുരുതരമാണ്. ഈ മരണപ്പെട്ടവരുടെ മൃതദേഹം ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന നടപടികളിലേക്ക് കടന്നിട്ടില്ല. നമുക്കറിയാം, ഒരു സാധാരണ അപകടം എന്ന നിലയിൽ ഒരു 10 പേർക്ക് പരിക്ക് അല്ലെങ്കിൽ 15 പേർക്ക് പരിക്ക് എന്ന് തുടങ്ങിയ സംഭവമാണ് പിന്നീട് വലിയൊരു ദുരന്തത്തിലേക്ക് പോയത്. അത് അനാസ്ഥകളുടെ വലിയൊരു സീരീസ് തന്നെ ഉണ്ടായിരിക്കുന്നു. നമുക്കിപ്പം പി ബസന്ത് കൂടി ചേരുന്നുണ്ട്. ഒരുപാട് വർഷമായിട്ട് ബസന്തേട്ടൻ ഡൽഹിയിലുള്ള ആളാണ്. പക്ഷേ ഇത്രയും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളെല്ലാം പറയുന്നത്. 1500 ടിക്കറ്റ് 8 മണിക്ക് ശേഷം ജനറൽ ടിക്കറ്റ് മാത്രമായിട്ട് നൽകിയിട്ടുണ്ട്. അത് പ്രയാഗ്രാജിലേക്ക് ഈ ഒരു സ്ഥിതിയെങ്കിലും കണക്കെടുത്ത് നോക്കുമ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതായിരുന്നില്ലേ? തീർച്ചയായും ഇത്രയും വലിയൊരു തിരക്ക് ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണാനുള്ള ഇത് റെയിൽവേ അധികൃതർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രയാഗ്രാജിലേക്കുള്ള വൻ ജനക്കൂട്ടത്തിന്റെ പോക്ക് എന്ന് പറയുന്നത് തിരിച്ചറിയാൻ റെയിൽവേ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. അവർക്ക് പ്രയാഗ്രാജിലേക്ക് വലിയ തോതിൽ ടിക്കറ്റുകൾ വിൽക്കുന്നു, ആളുകൾ കുത്തി ഒഴുകുന്നു എന്നുള്ളതാണ് പ്രധാനമായും അതിൽ കാണേണ്ടത്. അത് മനസ്സിലാക്കാൻ റെയിൽവേ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പ്രയാഗ്രാജിലേക്ക് കഴിഞ്ഞ ഒരു മാസമായി കുംഭമേളയ്ക്ക് പങ്കെടുക്കാനുള്ള ആളുകളുടെ തിരക്ക് വിവിധ സ്റ്റേഷനുകളിൽ, അത് ഡൽഹി മാത്രമല്ല, ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ ചെറിയ സ്റ്റേഷനുകളിൽ പോലും വലിയ തോതിൽ ജനക്കൂട്ടം ഉണ്ടായിരുന്നത് കണ്ടെത്താനോ തിരിച്ചറിയാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മാഘപൂർണിമയ്ക്ക് ശേഷം ആള് കുറയുമെന്നുള്ളൊരു കണക്കൂട്ടലായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നും നാളെയും ഒക്കെ തന്നെ കുംഭമേള മേഖലയിലൊക്കെ തന്നെ കാറുകൾക്ക് പ്രവേശനമില്ല. അതോടൊപ്പം തന്നെ പ്രത്യേക വന്ദേ ഭാരത് വരെ ഓട്ടിക്കാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം. അതിപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു കണ്ടെത്താൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ വിലയിരുത്താനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ പറ്റിയത് പ്രയാഗ്രാജിലേക്കുള്ള ഒരു ട്രെയിന് പെട്ടെന്ന് 14ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 12ലും 13ലും 14ലും ഉള്ളവരൊക്കെ തന്നെ ഓടി 14ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഓടി എത്തുന്ന ഒരു സ്ഥിതി വന്നു. ഇപ്പോൾ എന്റെ പിറകിൽ കാണുന്ന ആ പടിയിലേക്ക്, അതായത് മോളിന്ന് താഴോട്ട് വരുന്ന പടിയിലേക്ക് ജനക്കൂട്ടം കുത്തി ഒഴുകുകയായിരുന്നു. അത് സ്ത്രീകളടക്കമുള്ളവർ ഓടിയിറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു സ്റ്റാമ്പീഡ്, അല്ലെങ്കിൽ ആ ഒരു തിരക്കിലാണ് നിരവധി പേർ കൊല്ലപ്പെട്ടത്. പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ളവർ, കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെടുക ഒരു സാധ്യത ഉണ്ടായിരുന്നു. ബസന്ത്, ഇപ്പോൾ നമുക്കറിയാം കുംഭമേളയോടനുബന്ധിച്ച് വളരെ വലിയ തിരക്കാണ് ഉണ്ടാവുക. ഇനിയെങ്കിലും ഇപ്പോൾ 18 പേരുടെ മരണം ഉണ്ടാകുന്നു. 26 വരെയാണ് ഇത് കുംഭമേളയ്ക്കായി ആളുകൾ പോവുക. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ ട്രെയിനുകൾ റെയിൽവേ വിടുന്നുണ്ടോ? കൂടുതൽ നടപടികൾ ഇക്കാര്യത്തിൽ എടുക്കുന്നുണ്ടോ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ചില ദൃശ്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. പല റെയിൽവേ സ്റ്റേഷനുകളിലും ആൾക്കാർ തീവണ്ടികളിൽ ട്രെയിനുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ്. AC കോച്ചുകളുടെ കണ്ണാടി ചവിട്ടി പൊളിക്കുന്നു, കല്ലെറിയുന്നു തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ഈ വരുന്ന ട്രെയിനുകൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് പ്രയാഗ്രാജിലേക്കുള്ള ആ സ്ഥലം വരെ തിക്കി തിരക്കിയാണ് ആൾക്കാർ ട്രെയിനുകളിലുള്ളത്. AC കോച്ചുകളിൽ, അത് റിസർവ് ചെയ്ത കോച്ചുകളിലായിരുന്നാൽ പോലും ആൾക്കാർക്ക് ഇരിക്കാൻ സൗകര്യം കിട്ടാത്ത തരത്തിലുള്ള തിരക്കുകളാണ്. അതുകൊണ്ട് തന്നെ പല സ്റ്റേഷനുകളിലും വണ്ടി നിർത്തുന്നതല്ലാതെ ഡോറുകൾ തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഈ വലിയ തോതിലുള്ള അക്രമങ്ങൾക്ക് വഴിവെക്കുന്നത്. ഇതിനെക്കുറിച്ച് റെയിൽവേ ഔദ്യോഗികമായി ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഇത് ഇത്തരത്തിലൊരു സാഹചര്യം വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനുള്ള സാഹചര്യം, ഒരുപക്ഷെ കൂടുതൽ ട്രെയിനുകൾ അല്ലെങ്കിൽ പെയർ ഓഫ് ട്രെയിനുകൾ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ റെയിൽവേക്ക് ഉണ്ടാകാത്തതായിരിക്കാം ചിലപ്പോൾ ഇതിനുള്ള വഴിവെച്ചത്. പക്ഷേ ഇത് മുൻകൂട്ടി കാണാനുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു ഹൈപ്പ് ഈ കുംഭമേള എല്ലാ 12 കൊല്ലവും നടക്കുന്നതാണ്. 144 കൊല്ലത്തിൽ
ഒരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈപ്പ് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മറ്റ് സൗകര്യങ്ങൾ കൂടി അവിടെ ചെയ്തു കൊടുക്കാനുള്ള ഒരു ബാധ്യത സർക്കാരിനുണ്ടായിരുന്നു. അത് ഉത്തർപ്രദേശ് സർക്കാരായിരുന്നാലും കേന്ദ്ര സർക്കാരായിരുന്നാലും അവിടെ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതായത് ഇത്ര വലിയ തോതിൽ ജനക്കൂട്ടം വരാനുള്ള ഒരു സാധ്യത ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വലിയ തിരക്ക് വന്നപ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ പിന്നെ ഒരുക്കാൻ റെയിൽവേക്ക് കഴിഞ്ഞിരുന്നോ എന്നുള്ളൊരു ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരുപക്ഷെ കേരളം പോലൊരു സ്ഥലത്ത് നിന്ന് പോലും വളരെ താഴെ ദക്ഷിണേന്ത്യയിൽ നിന്ന് പോലും ആൾക്കാർ പ്രയാഗ്രാജിലേക്ക് തീവണ്ടികളിലും മറ്റും എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. പ്രയാഗ്രാജ് സ്റ്റേഷൻ തന്നെ ഈ പറയുന്ന വലിയ സ്നാനം നടക്കുന്ന ദിവസങ്ങളിൽ അടച്ചിടുന്ന ഒരു സാഹചര്യം. അതായത് അത്രത്തോളം ജനക്കൂട്ടം വന്ന് ഇറങ്ങുന്നു എന്നുള്ളതാണ്. 8 കോടി പേർ വരുന്നു, ഇതുവരെയായി 40 കോടി വന്നിട്ടുണ്ട്, 50 കോടി വരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസത്തിനുള്ള ഒരു ദിവസം എത്ര പേർ അവിടെ വന്നു എന്നുള്ള കണക്കൂട്ട് ഒരു ചെറിയ നഗരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമുള്ള ആൾക്കാർ തീവണ്ടികളിൽ ട്രെയിനുകളിൽ തിങ്ങി നിരങ്ങി വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ടതായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇനിയിപ്പോൾ അവസാന ദിവസങ്ങളിലേക്ക് കുംഭമേള എത്തുന്ന ഒരു സാഹചര്യം. ഇനി ഒരു ശനിയും ഞായറും കൂടിയുണ്ട്. അതായത് ശിവരാത്രിക്ക് മുമ്പുള്ള ഒരു ശനിയും ഞായറും കൂടിയുണ്ട്. 22, 23 തീയതികൾ. അന്ന് ഇതിനേക്കാൾ വലിയ തിരക്കായിരിക്കും എന്നുള്ളൊരു സൂചനയാണ് വരുന്നത്. ഏതായാലും കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാനുള്ള ഒരു സംവിധാനത്തിലാണുള്ളത്. എന്നോടൊപ്പം ഇപ്പോൾ അർജുനും കൂടിയുണ്ട്. ദുരന്തമുണ്ടായതിനു ശേഷം 4 ട്രെയിനുകൾ അധികമായിട്ട് ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി വിട്ടു നൽകിയിരുന്നു. ആ 4 ട്രെയിനുകൾ നമ്മൾ ഇന്നലെ രാത്രി 2 മണിയോടുകൂടി ഇവിടെ എത്തിയതാണ്. ഈ ട്രെയിനുകൾ എന്ന് പറയുന്നത് മെമു ട്രെയിനുകളായിരുന്നു. അതായത് വ്യക്തമായിട്ടുള്ള സ്ലീപ്പറോ AC കോച്ചുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ലോക്കൽ ട്രെയിനുകൾ എന്ന് പറയാം, മെമു ട്രെയിനുകൾ. അത്തരത്തിലുള്ള 2-3 ട്രെയിനുകൾ, അങ്ങനെ ആകെ 4 ട്രെയിനുകളായിരുന്നു വിട്ടു നൽകിയത്. അതിലാണ് ഇത്രത്തോളം വലിയ തിരക്കിനെ നിയന്ത്രിച്ച് ഇവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. വലിയ തോതിൽ ആളുകളെ എല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി അകത്തുള്ളവരെ ടിക്കറ്റ് നോക്കി പരിശോധിച്ചാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ഇവർക്ക് ഇതെല്ലാം തന്നെ ഈ സിറ്റുവേഷൻ അങ്ങ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ വരും ദിവസങ്ങളിൽ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ ട്രെയിനുകൾ വിട്ടു നൽകേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. നമ്മളിവിടെ വരുന്ന സമയത്ത് വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയായിരുന്നു. അതായത് ഇവർ ഏകദേശം എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുഞ്ഞു കുട്ടികളുടെ ചെരുപ്പുകൾ, പാത്രങ്ങൾ ഇതെല്ലാം വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പലതും ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും ജിഷ്ണുവിന്റെ ക്യാമറയിൽ പല ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികൾ 3 പേർ മരിച്ചിട്ടുണ്ട്. സ്ത്രീകളാണ് മരിച്ചതിൽ 14 പേർ. അതിന്റെയൊക്കെ വളരെ നടുക്കുന്ന ഭയാനകമായിട്ടുള്ള കാഴ്ചകൾ പുലർച്ചെ ഇവിടേക്ക് എത്തിയ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചു. ചെറിയ ചെറിയ ചെരുപ്പുകൾ, പാത്രങ്ങൾ, തിരിച്ചറിയൽ കാർഡുകൾ, ഇവർ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുവന്ന പാത്രങ്ങൾ, അതെല്ലാം ചിന്നി ചിതറി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ആളുകളുടെ കണ്ണിൽ പെടാതിരിക്കാൻ പെട്ടെന്ന് ഇവിടെ എടുത്തു കൊണ്ടുപോകുക എന്നുള്ളൊരു നടപടിയായിരുന്നു കാണിച്ചത്. നമ്മൾ ഉത്തർപ്രദേശിലാണെങ്കിലും ഇപ്പോൾ അവിടെ ഈ തിക്കും തിരക്കും ഉണ്ടാകുമ്പോൾ എങ്ങനെ പുറം ലോകം അറിയാതെ ഇത് മാറ്റിയെടുക്കാമെന്നുള്ളൊരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവണതകൾ കൂടുന്നു, പക്ഷേ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നൽകുന്നില്ല. ഇപ്പൊ റെയിൽവേ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ഈ സാധാരണയായി പ്ലാറ്റ്ഫോമുകളിൽ ഈ പ്രവേശിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇന്ന് മാധ്യമങ്ങൾക്ക് യാതൊരു നിയന്ത്രണങ്ങളും. ഈ പ്ലാറ്റ്ഫോമിൽ ആകമാനം തന്നെ ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വലിയ സുരക്ഷയൊന്നും ഇവിടെ പരിശോധന. അപ്പൊ അതുകൊണ്ട് സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ എല്ലാം ഈ നേരത്തെ അർജുൻ പറഞ്ഞ പോലെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു സംഭവം ഇവിടെ ഉണ്ടായതിന്റെ യാതൊരുവിധ തെളിവുകളും ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നില്ല ഈ പ്ലാറ്റ്ഫോമിൽ. ട്രെയിനുകൾ ഇന്ന് അല്പസമയത്തിനകം തന്നെ സാധാരണ പോലെ എല്ലാ ട്രെയിനുകളും ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് പിന്നെ ഒരു വിഷയമുണ്ടായാൽ അതിനെ മറച്ചു വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മാറി അതിന് കാര്യക്ഷമമായിട്ടുള്ള ഒരു നടപടി, അല്ല അത് ഇനി ഒഴിവാക്കാനുള്ള ഒരു നടപടികൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഒരു ഉന്നതതല അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെയിൽവേ സേഫ്റ്റി ബോർഡിന്റേതായിട്ട് സ്വാഭാവികമായിട്ടൊരു അന്വേഷണമാണ്. ഈ ഉന്നതതല അന്വേഷണം വരുമ്പോഴേക്കും ചിലപ്പോൾ ഒരു കുംഭമേള വരുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും അതിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അത്രത്തോളം തന്നെ നിരവധി അപകടങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിൽ ഒഡീഷയിൽ വലിയൊരു അപകടം നടന്നു. അതിനുശേഷം ഇപ്പോൾ റെയിൽവേ തീവണ്ടികൾ ആക്രമിക്കുന്ന ഒരു ദൃശ്യങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് വരുന്നുണ്ട്. അതിനെതിരെ റെയിൽവേ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അപ്പോൾ ഈ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഇനി എന്തൊക്കെ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ പ്രയാഗ്രാജ് പോലൊരു അല്ലെങ്കിൽ കുംഭമേള പോലൊരു വലിയൊരു ഈവന്റ് നടക്കുമ്പോൾ, വലിയൊരു സംഭവം നടക്കുമ്പോൾ, വലിയൊരു സ്പിരിച്വൽ ഒരു നടക്കുമ്പോൾ അതിനെ നേരിടാനുള്ള അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്നും അപര്യാപ്തമാണോ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ബുള്ളറ്റ് ട്രെയിനുകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടായത് എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. ഇത്രയും സൗകര്യപ്രദമല്ലാത്ത ചെറിയ മെമുകളിൽ ആൾക്കാരെ കുത്തി നിറച്ച് ഇവിടുന്ന് 10 മണിക്കൂർ യാത്ര ഉള്ള ഒരു സ്ഥലമാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്നത്, അലഹബാദ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരെ എത്തിക്കുക, അവർക്കൊരു അടിസ്ഥാന സൗകര്യ ട്രെയിനുകൾ നൽകുക. ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ വളരെ ദയനീയമാണ്. ഞാൻ പറഞ്ഞില്ലേ, വിവിധ ട്രെയിനുകളിൽ, സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസുകളിൽ പോലും ആളുകൾ തിങ്ങി നിറഞ്ഞാണ് ഇരിക്കുന്നത്. ഒരാൾക്ക് കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ ആൾക്കാർ തിങ്ങി നിറഞ്ഞു പോകുന്നുണ്ട്. ശൗചാലയത്തിൽ പോകാനുള്ള അവസരം പോലുമില്ല. ഒരു വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ ഒരു സംവിധാനം പോലും ഇല്ലാത്ത രീതിയിലാണ് പ്രയാഗ്രാജിലേക്ക് ആൾക്കാർ അത്രത്തോളം
ആൾക്കാർ വലിയ തോതിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ ട്രെയിൻ ഓടിക്കാനുള്ള സംവിധാനങ്ങൾ പലപ്പോഴും വരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ റെയിൽവേ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്നത് അനാസ്ഥകളുടെ വലിയൊരു സീരീസ് തന്നെ ഉണ്ടായിരിക്കുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടായത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അത് മൂടിവെക്കാൻ അല്ലെങ്കിൽ അത് ചെറുക്കാനായിട്ട് കൂടുതൽ ട്രെയിന് വിട്ടു നൽകുക, ഒപ്പം തന്നെ ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുക, അതുകൊണ്ട് മതിയാകുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും ഉയരുന്നത്. അത് മതിയോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇനി എന്ത് എന്നുള്ള കാര്യം കൊണ്ടിരുന്നു. നേരത്തെ നമ്മളൊരു റെയിൽവേ DCPയുടെ ബൈറ്റെടുക്കാൻ വേണ്ടിയായിരുന്നു ഓടിയത്. അദ്ദേഹം പറഞ്ഞത് അന്വേഷണത്തിലാണ്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എപ്പോൾ ഈ അന്വേഷണം തീരും, ആർക്കെതിരെ നടപടി വരും എന്നാണ് വലിയൊരു ചോദ്യം.